ജയം, 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 പരാജയമില്ല. സത്യത്തിന് വിരോധമായുള്ള യുദ്ധത്തിൽ ലോക ചരിത്രത്തിൽ ദൈവജനമേ ഒന്നിൽ പോലും ശത്രു ജയിച്ചിട്ടേയില്ല. ആമേൻ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ സത്യത്തിന്റെ സാക്ഷിയായി മോശയും അഹരോനും ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നപ്പോൾ കർത്താവിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ദൈവമുടെ കരത്തിൽ തന്നെ അധികാരവടി ഇട്ടപ്പോൾ പാമ്പായി തീർന്ന് ആ ചരിത്രം നിങ്ങൾക്കറിയാം. നെറ്റ് റിസൾട്ട് പുറപ്പാട് പുസ്തകം 7:12 മോശയുടെ വടി അഥവാ അഹരോന്റെ വടി മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങിക്കളഞ്ഞു. ജയം, ദൈവമക്കൾക്ക് ജയം. ശത്രു നിന്റെ പാദപീഠമാകുവോളം ദൈവത്തിന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിൽ ഉയർത്ത യേശു കാത്തിരിക്കുന്നു എങ്കിൽ നിന്റെ മുമ്പിലും നീ അറിയിക്കുന്ന, നീ ജീവിക്കുന്ന സുവിശേഷത്തിന്റെ ശത്രുവായി മറുത്തു നിൽക്കുന്നവർ, എതിർത്ത് നിൽക്കുന്നവർ, ദുർബുദ്ധികൾ, പരിഹസിക്കുന്നവർ, എതിർ പറയുന്നവർ, ദൂഷിക്കുന്നവർ നിന്റെ മുമ്പിൽ വീഴുവാൻ അവൻ ഇന്നും ജീവനോട് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് യുദ്ധമുണ്ട്. ജയം വേണമെങ്കിൽ യുദ്ധമുണ്ട്. ആമേൻ. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങൾ ഏറ്റയൻ പ്രിയനെ കാണാറാ. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങൾ ഏറ്റയൻ പ്രിയനെ കാണാറാ എന്നു എത്ര നാൾ നോക്കിതാൻ പാർക്കണം പ്രിയനെ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും. എത്ര നാൾ നോക്കിനാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി തീ കത്തുന്നത്, തീ കത്തുന്നത്, തീ കത്തുന്നത്. ഉയരത്തിലെ തീ കത്തുന്നത്, 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 കത്തുന്നത്. ഹല്ലേലൂയ. അഭിഷേക തീ, അഭിഷേക തീ. ആത്മാവിൽ നിറഞ്ഞ ആരും കണ്ണുകൾ തുറന്നിരിക്കരുത്. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് അഭിഷേക തീയിൽ കത്തി ആരാധിക്കുക, ആരാധിക്കുക. റഗാലദ ബബാ റഷാലദബ. ആമേൻ, ആമേൻ. പാപചങ്ങലകൾ കൊണ്ടുവന്ന ഭാരചങ്ങലകൾ, രോഗചങ്ങലകൾ യേശുവിൻ നാമത്തില് അഴിഞ്ഞു വീഴുന്നു, അഴിഞ്ഞു വീഴുന്നു. മായാ, മായാ. കർത്താവ് സഹായിക്കുമെന്ന് യേശുവിന്റെ അടുക്കൽ വരുന്ന നിലവിളിക്കുന്ന മായാ, പാരമ്പര്യമായി നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു മകളെ. ഇപ്പോൾ, ഇപ്പോൾ, ഇപ്പോൾ കല സിസ്റ്റർ, കല, കല. വെളുത്തതെല്ലാം പാലെന്ന് നിലവിളിക്കുന്ന കല. നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നു കല. ആമേൻ, ആമേൻ. മിസ്റ്റർ ലോറൻസ്, 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 വിഗ്രഹത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ലോറൻസ്, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നു, അഴിഞ്ഞു വീഴുന്നു. തീ കത്തുന്നു, തീ കത്തുന്നു. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. എല്ലാവരിലും, എല്ലാവരിലും, എല്ലാവരിലും നന്ദി, നന്ദി, നന്ദി. ശത്രുക്കളുടെ മുമ്പിൽ ദൈവ പൈതലേ, നിനക്ക് ജയം കൽപ്പിക്കുവാൻ
പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിൽ പോയി കാത്തിരിക്കുന്ന യേശു. ഒന്ന്, ജയത്തിന്റെ പുറകിൽ മർമ്മങ്ങളുണ്ട്. നിന്നെ യുദ്ധത്തിൽ വിട്ടിരിക്കുന്ന ദൈവം നിനക്ക്, ശത്രുവിനല്ല, നിനക്ക്, ദൈവ പൈതലായ ദൈവത്തിന്റെ ശിഷ്യന് ജയം നിർണയിച്ചിട്ടേ നിന്റെ ജീവിതത്തിൽ യുദ്ധം അല്ലെങ്കിൽ ഒരു ശത്രുവിന് ദൈവം അനുവദിക്കുകയുള്ളൂ. ആമേൻ. ദാവീദിന്റെ മുമ്പിൽ അവനേക്കാൾ 3 ഇരട്ടി പൊക്കമുള്ള അതിശക്തനായ ഗോലിയാത്തിനെ വിട്ട് അതേക്കാൾ പവർ, അതോറിറ്റി, ദൈവസന്നിധിയിലുള്ള സമർപ്പണവും ആശ്രയവും പന്മടങ്ങ് ദാവീദിന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ടാണ് എന്നെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും രക്ഷിച്ച് എനിക്ക് ജയം തന്ന ദൈവം ഈ ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നും എന്നെ രക്ഷിക്കും, എനിക്ക് ജയം തരും. എങ്ങനെ ജയം? വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന പുറപ്പാട് പുസ്തകം 15:6 മോശെ നിലവിളിക്കുന്ന, യഹോവേ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. ആമേൻ. യഹോവേ, പിതാവേ, അങ്ങയുടെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. പിതാവാം ദൈവത്തിന്റെ വലങ്കൈ ആരാണ്? മർക്കോസ് സുവിശേഷകൻ എഴുതുന്ന 16:19 പിതാവാം ദൈവത്തിന്റെ വലങ്കൈ തന്റെ ഏകജാതൻ യേശു ക്രിസ്തുവാണ്. യേശുവിന്റെ നാമം നമ്മുടെ യുദ്ധത്തിൽ ഉച്ചരിച്ചാൽ നമ്മുടെ മുമ്പിൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നത് പരാജയമല്ല, ജയമാണ്. ഇത് ആദ്യ സീക്രട്ട്. രണ്ടാമത്തെ സീക്രട്ട്, യുദ്ധത്തിൽ നിൽക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജയത്തിനായി ആ തൽസമയം നിന്നെ സഹായിക്കുന്നവനാണ് എന്റെ ദൈവം. ടൈംലി ഹെൽപ്പ് ഫ്രം ഗോഡ്. തൽസമയം. സങ്കീർത്തനം 147 നമ്മ പഠിപ്പിക്കുന്ന, യുദ്ധ ദിവസത്തിൽ നീ എന്റെ തലയിൽ ശിരസ്ത്രമിടുന്നു. യുദ്ധ ദിവസത്തിൽ, തൽസമയം. എവിടെയെന്നോ കർത്താവിന്റെ അത്ഭുതകരം നിന്നെ താങ്ങുവാൻ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നിന്നെ ജയിപ്പിക്കുവാൻ കടന്നു വരും. അപ്പൊ നീ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ പരിഭ്രാന്തി അടയരുത്, ഭയപ്പെടരുത്. തക്ക സമയത്തിൽ സഹായിക്കുന്നവൻ ദൈവം ഉണ്ട്. ആ കാര്യം മറന്ന് ദൈവ പൈതലേ, മനുഷ്യരുടെ സഹായം അന്വേഷിച്ചു പോകരുത്. ദാവീദ് ശൗലിന്റെ പടങ്കി വിട്ടുകൊണ്ട് നടന്നപ്പോൾ ഇത് ചേരുന്നില്ല. 1 സാമുവേൽ 17:38 ഊരി അവന്റെ കയ്യിൽ കൊടുത്ത്. അതിന്റെ അർത്ഥം, സീക്കിംഗ് മാൻസ് ഹെൽപ്പ് വിൽ ഡെഫർ യുവർ വിക്ടറി. ദൈവത്തിന്റെ തൽസമയം ഉള്ള സഹായവും ശക്തിയും ഒരുങ്ങി നിൽക്കെ മനുഷ്യന്റെ പടക്കൊപ്പ് അന്വേഷിച്ചു പോയാൽ വിജയത്തിന്റെ ദിവസം താമസിക്കും. ആമേൻ. The time of victory will differ. ആകയാൽ സ്വർഗത്തിൽ നിന്ന് കടന്നു വരുന്ന തൽസമയ ദൈവത്തിന്റെ സഹായത്തിനായി കാത്തിരിക്കുക. നിനക്ക് പരാജയമില്ല, ജയമാണ് ഉള്ളത്. മൂന്നാമത്തെ രഹസ്യം, ദൈവ പൈതലേ, ശത്രുവിന്റെ മുമ്പിൽ എന്റെ ദൈവം യുദ്ധത്തിനായി നിന്നെ ഒരുക്കി വിട്ടിരിക്കുമ്പോൾ നിന്നെ ജയിപ്പിക്കുവാൻ ശത്രുവിന്റെ തന്ത്രത്തിൽ ഒരു ലൂപ്പ് ഹോൾ വച്ചിട്ടേ യുദ്ധം തുടങ്ങുകയുള്ളൂ. മനസ്സിലായവർ കൈകളെ ഉയർത്തുക. ആമേൻ. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന അപ്പന്റെ ഇളയ മകൻ ബലഹീനനായ ദാവീദ്
തന്നേക്കാൾ ജഡികമായി ശക്തനായ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഗോലിയാത്തിന്റെ ഉച്ചം തല മുതൽ ഉള്ളം കാലുവരെ പൊതിഞ്ഞിരുന്ന് ആരും ആക്രമിക്കാത്ത രീതിയിൽ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യുദ്ധ കവചം കൊണ്ട് പൊതിഞ്ഞിരുന്ന്. നോ വൺ ക്യാൻ ഓൺ ഹ്യൂമൻ സ്റ്റാൻഡേർഡ് അറ്റാക്ക് ഹിം. പൊതിഞ്ഞിരുന്ന്. പക്ഷെ സ്വർഗത്തിലെ ദൈവം ദാവീദിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. അതാണ് അവന്റെ നെറ്റി. അവന്റെ ലൂപ്പ് ഹോളാണ്. നെറ്റിക്ക് എറിയുക. സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് ദൈവവേദൽ കവണയിൽ വെച്ച് എറിഞ്ഞപ്പോൾ അവിടെ ദാവീദിന് ജയം സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചു. യേശുവിന്റെ ശിഷ്യനായി നിൽക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളിൽ നീ ജാഗ്രത പുലർത്തുന്നത് കൊണ്ട്, ദൈവ പൈതൽ ജീവിക്കുന്നത് കൊണ്ട് നിന്നെ ശത്രുവായി കരടി നിന്ദിച്ച് നിന്നെ തകർക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ശത്രു എത്ര വലിയ ഗോലിയാത്തായാലും അവനെ നീ ജയിക്കുവാൻ ഒരു ലൂപ്പോൾ അവിടെ കാണും. ഇന്ത്യയിൽ ഏറ്റവും വലിയ സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റിലാണ് എന്റെ ജോലി. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ സുവിശേഷ വേലക്കാരൻ എന്നതുകൊണ്ട് മാത്രം എന്റെ മുകളിലുള്ള ചില കോമാളി ഉദ്യോഗസ്ഥന്മാർ എന്നെ ഞെരുക്കി 4 പ്രാവശ്യവും എനിക്ക് ജയം കൽപ്പിക്കുവാൻ അവരുടെ സ്റ്റെപ്പിൽ ഒരു വലിയ ലൂപ്പ് ഹോൾ 4 പ്രാവശ്യം വച്ചിട്ടാണ് യുദ്ധത്തെ തുടങ്ങാൻ ദൈവം കൽപ്പിച്ചത്. ആ ലൂപ്പ് ഹോൾ അടിയന് മാത്രം ദൈവം മനസ്സിലാക്കി തന്നു. ആമേൻ. അതൊക്കെ പറയുവാൻ സമയമില്ല. ഈ 4 സംഭവത്തിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റിൽ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ കൊച്ചു പ്രസംഗിയുടെ മുമ്പിൽ മുട്ടുകുത്തേറ്റി വന്ന് അതിന്റെ പേപ്പർ എന്റെ കയ്യിലുണ്ട്. ആമേൻ. നിന്റെ ശത്രു ജയിക്കുവാനല്ല, പരാജയപ്പെടുവാൻ ഒരു ലൂപ്പ് ഹോൾ സ്ഥാപിച്ചിട്ട് യുദ്ധം ദൈവം അനുവദിക്കുകയുള്ളു. അവസാനം നീ കർത്താവിന്റെ ആത്മീയ കാര്യങ്ങൾക്കായി യുദ്ധം ചെയ്യുമ്പോൾ, നമുക്കുള്ള ദൈവം യുദ്ധം നടക്കുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന കഠിന ഹൃദയ ദൈവമല്ല. നാം കഷ്ടപ്പെടുമ്പോൾ ഒക്കെയും അവനും കഷ്ടപ്പെടുന്നു. നാം യുദ്ധം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുന്ന ആദ്യ നൂറ്റാണ്ട് സഭയിലെ അപ്പോസ്തലരെ സഹായിക്കുവാൻ സ്വർഗത്തിലെ ദൈവാത്മാവ് തെരഞ്ഞെടുത്ത 7 സഹായികൾ ഒരാൾ സ്റ്റെഫാനോസ്, ദ മോസ്റ്റ് പവർഫുൾ ബോഡി. സംഘത്തിൽ 53 പേർ ശക്തന്മാരുടെ മുമ്പിൽ സുവിശേഷം അറിയിക്കുമ്പോൾ, അവസാനം യേശുവിനെ കുറിച്ചുള്ള സത്യ സാക്ഷി അവർ അറിയിക്കുമ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു 53 പേരും ഇത് സാധു മനുഷ്യന്റെ മുമ്പിൽ പല്ല് കടിച്ചപ്പോൾ സ്വർഗം തുറന്നു. ഒറ്റ മനുഷ്യന്റെ മുമ്പിൽ ഒരു കൂട്ടം ശക്തന്മാർ മരണം വിധിച്ചപ്പോൾ, പല്ല് കടിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദിവ്യ തേജസ് സ്റ്റെഫാനോസിൽ ഇറങ്ങി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അവൻ നിലവിളിച്ച് സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിൽ ദൈവപുത്രൻ ക്രിസ്തു ഞാൻ ആരെക്കുറിച്ച് സാക്ഷീകരിച്ചോ അവൻ എഴുന്നേറ്റ് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ബൈബിൾ വളരെ ക്ലിയറാണ്. മർക്കോസ് സുവിശേഷം 16, 19, 20 ഉയർത്തെഴുന്ന ഏറ്റു സ്വർഗത്തിൽ ചെന്ന് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിൽ ഇരുന്നവൻ തന്റെ പൈതൽ ആത്മീയ കാര്യങ്ങൾക്കായി, സുവിശേഷത്തിനായി, ജീവന്റെ വചനത്തിനായി
യുദ്ധം ചെയ്യുമ്പോൾ യേശുവാൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവൻ എഴുന്നേറ്റ് കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത്ര നല്ല ദൈവമാണ് നമുക്കുള്ളവൻ. ഇവൻ എഴുന്നേൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? സങ്കീർത്തനം 68:1 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ആമേൻ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് കാകളങ്ങൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഉറങ്ങാത്തവനും ഉറങ്ങും. നിങ്ങളുടെ പാട്ട് കേട്ടാൽ ഉറങ്ങാത്തവനും പാവിരിച്ചു ഉറങ്ങും. ദുഃഖവെള്ളിയാഴ്ചയൊക്കെ കഴിഞ്ഞ് ഇത് ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോയിരുന്നു പാടുന്നത്. ആമേൻ. പട്ടാളം മാർച്ച് ചെയ്യുന്നത് പോൽ നാം പാടണം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോ, ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയോട് എതിർപ്പുക ഫലിക്കയിൽ ഇനിമേ, വൈരിയോട് എതിർപ്പുക ഫലിക്കയിൽ ഇനിമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. മുട്ടുകുത്തി പാടി സ്തുതിപ്പാൻ ആരോഗ്യമുള്ളവർക്ക് മുട്ടിന്മേൽ നിന്ന് പാടി സ്തുതിക്കാം. അല്ലാത്തവർക്ക് ഇരുന്നോ നിന്നോ. നീണ്ട കാലമായി ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചിട്ടും സൈത്താന്റെ ബന്ധനവും മതിലും നിങ്ങളെയും എന്നെയും പിടിച്ച് ഞെരുക്കുമ്പോൾ, ഇന്ന് നാം പാടി സ്തുതിക്കുമ്പോൾ സ്വർഗം താണിറങ്ങും. ദൈവ പൈതലേ, നീ അത് ഇന്ന് അനുഭവിക്കും. നീ അത് ഇന്ന് അനുഭവിക്കും. ആകയാൽ പാടുക. ഒട്ടും ഒട്ടും തളർന്നു പോകരുത്. വിടുതൽ നിനക്കുണ്ട്. ജയം നിർണയിച്ചിട്ടാണ്. ദുഷ്ടന്റെ പദ്ധതിയിൽ ഒരു ലൂപ്പോൾ വച്ചിട്ടാണ് ദൈവം നിന്നെ യുദ്ധത്തിൽ ഇറക്കിയിരിക്കുന്നത്. ആകയാൽ നിന്റെ ശത്രു യേശുവിനായി നിൽക്കുമ്പോൾ നിന്റെ ശത്രു നിന്റെ പാദപീഠത്തിൽ വീഴുന്നത് അവൻ കാണുവാൻ വേണ്ടി പിതാവാം ദൈവത്തിൽ ഇന്നും കാത്തിരിക്കുന്നു. ആകയാൽ അവൻ പരാജയം കാണുന്നവനല്ല, ജയം കണ്ട് സന്തോഷിക്കുന്ന ദൈവമാണ്. ടീ 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 കണ്ണുകൾ തുറക്കരുത്. ടീ 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 ടീ. യുദ്ധമുണ്ട്, ജയമുണ്ട്. യുദ്ധമുണ്ട്, ജയമുണ്ട്. ദൈവ പൈതല്, യുദ്ധമുണ്ട്, ജയമുണ്ട്. ജയമുണ്ട്. ദൈവജനത്തിന് ജയമുണ്ട്. ടീ 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 ടീ. കൈകളെ ഉയർത്തി കൈകളെ തട്ടി സ്വർഗം താണിറങ്ങി വരുന്നു നിങ്ങൾക്കായി. നീ തളർന്നു പോകരുത്, നീ തകർന്നു പോകരുത്. അഗ്നി വ്യാപരിക്കുന്നത്, അഗ്നി വ്യാപരിക്കുന്നത്.
അഗ്നി വ്യാപരിക്കുന്നത്, അഗ്നി വ്യാപരിക്കുന്നത്, അഭിഷേക തീ വ്യാപരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നന്ദി. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലാ, തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുമ്പിലാ, നായകനായി ഉള്ളതിന ജയം ജയം നിശ്ചയം, നായകനായി ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും, യേശുരാജൻ രാഗാലാര രാഗരാശാല രാഗരാശാല രാഗലാരാശാല രാഗരാഗലാര. ടി 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 ഉയരത്തിലെ ടി, ഉയരത്തിലെ ടി. യേശുവേ, അങ്ങയുടെ മക്കൾ അങ്ങേക്ക് വേണ്ടി യുദ്ധത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ജീവിതം യുദ്ധമാണ്, ഇവിടെ ജീവിതം യുദ്ധമാണ്. കുടുംബത്തിൽ യുദ്ധം, വീട്ടിൽ യുദ്ധം, പള്ളിയിൽ യുദ്ധം, സമൂഹത്തിൽ യുദ്ധം. ഇവർക്ക് ശത്രുവായി ജീവിക്കുന്നവർ ഇവിടെ പാഠപീഠത്തിൽ ആക്കണമേ, ആക്കണമേ. ജയം, ദൈവജനത്തിന് ജയം, ജയം, ജയം. ഇപ്പോൾ 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 അപ്പാ മനസ്സലിയണം, അപ്പാ മനസ്സലിയണം, മനസ്സലിയണം. ഇവിടെ ജനത്തോട് മനസ്സലിയണം, 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 മനസ്സലിയണം. തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റഗ്ഗാലദം ധനദബല ജബര ശഗാലദം ധനദബല ജബര ശാലദം ധനദബല ജബ. ചില കുടുംബങ്ങളിൽ പഴയ പാമ്പ് അവകാശം കൊണ്ടാടുന്നു. പഴയ പാമ്പ്, പഴയ പാമ്പ് യേശുവിൻ നാമത്തിൽ മന്ത്രവാദികളുടെ വടികളെയും പാമ്പുകളെയും വിഴുങ്ങിക്കളഞ്ഞ് അഹരോന്റെ മോശയുടെ വടി എന്നുള്ള ദൈവവചനം എന്നുള്ള യേശുവിന്റെ നാമം കൊണ്ട് ഈ ജനത്തെ കാർന്ന് തിന്നുന്ന പഴയ സർപ്പത്തെ ഞാൻ തകർക്കുന്നത്, തകർക്കുന്നത്. ജയം 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 ജയം. ഒരു തലമുറ ലഭിക്കാതിരുപ്പാൻ സൈത്താൻ, സർപ്പം ഡയറക്റ്റായി ചിലരുടെ ഊമ്പിന് ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു. യേശുവിൻ നാമത്തിൽ ഈ സൈത്താൻ ഈ ഊമ്പിൽ നിന്ന് മാറിപ്പോകട്ടെ. ഒരു എലിശ, ഒരു പൗലോസ്, ഒരു മോശെ, ഒരു തിമോത്തിസ് അവിടെ ഉരുവാകട്ടെ. തീ 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 അഭിഷേക തീ ദൈവ മക്കളുടെ ഉയർച്ചയെ കാർന്ന് തിന്നുന്ന സൈത്താന്റെ കരം മുറിയട്ടെ. ഫയർ 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 ഫയർ. ഇരിക്കാം, ഇരിക്കാം. 2 മർക്കോസ് 16, 19, 20 വചനങ്ങളിൽ ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്ന് അവർ പുറപ്പെട്ട് എല്ലായിടത്തും
പ്രസംഗിച്ച്, സുവിശേഷം പ്രസംഗിച്ച്, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്ന്. കൈകളെ ഉയർത്തുക. പോയിരുന്നവൻ ശത്രുക്കൾ തന്റെ പാഠപീഠമാകുവോളം കാത്തിരിക്കുന്ന ഒന്ന്. പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് പോയിരുന്നവൻ രണ്ടാമത് ശിഷ്യന്മാരോട് ഭൂമിയിൽ പ്രവർത്തിച്ചു. അവിടെ ഇരുന്നവൻ അതേ കർത്താവ് ഇവിടെ താൻ തന്നെ സത്യനിത്യ ദൈവം എന്നുള്ള സുവിശേഷം മനുഷ്യരുടെ ഇടയിൽ ഉറപ്പിക്കുവാൻ വേണ്ടി തന്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ശിഷ്യന്മാരുടെ ശുശ്രൂഷയിൽ പ്രവർത്തിച്ച് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എത്ര സാക്ഷ്യങ്ങൾ നാം കേട്ട് ഒറ്റ കാര്യത്തിന്. ചിലരുടെയൊക്കെ ഉള്ളിലുള്ളത് ഞാൻ ഭയങ്കര വിശ്വാസി ആയത് കൊണ്ടാണ് എനിക്ക് മക്കളെ കിട്ടിയത്, രോഗം മാറിയതെന്ന് അല്ല. യു ഹാവ് നത്തിങ് ഇൻ യു. യു ഹാവ് നത്തിങ്. ഇങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ ഇപ്പോൾ വിട്ടുമാറ്റണം. ഒന്ന്, കർത്താവിന്റെ അഭിഷക്തൻ അല്ലെങ്കിൽ അഭിഷക്ത നിനക്ക് വേണ്ടി കരഞ്ഞ് അപേക്ഷിച്ച് തന്റെ വേലക്കാരൻ കേൾക്കുന്ന ദൈവം കൊടുക്കാതിരിക്കുകയില്ല. രണ്ട്, യേശു തന്നെ സത്യ നിത്യ ദൈവമെന്ന് നീയും നിന്റെ രാജ്യവും മനസ്സിലാക്കുവാൻ വേണ്ടി വചനം നിന്നിൽ കൂടി ഉറപ്പിക്കപ്പെടുവാൻ വേണ്ടി നിന്നിൽ കർത്താവ് അത്ഭുതം ചെയ്തു. അതാണ് യേശു ഒഴികെ ഇവിടെ ദൈവമില്ല. അവനാണ് ഏക കർത്താവ് എന്ന് ലോകം അറിയുവാൻ, ലോകത്തിന്റെ രക്ഷാവ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നിന്നിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതം നിന്റെ നാട്ടിൽ, വീട്ടിൽ, ഓഫീസിൽ, തെരുവിൽ, രാജ്യങ്ങളിൽ ചെന്ന് അറിയിക്കണം. സുവിശേഷത്തിന് നീ മുഖാന്തിരം ഒരു വാതിൽ തുറക്കപ്പെടുവാൻ കർത്താവ് അത്ഭുതം ചെയ്തു. അതാണ് ഇവിടെ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നവൻ യേശുവിനെ സാക്ഷീകരിക്കപ്പെടുന്ന കൂട്ടായ്മകളിൽ ലോകത്തിൽ താൻ തന്നെ ഏക സത്യ ദൈവം എന്ന് സ്ഥാപിക്കുവാൻ തന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ച് ശിഷ്യന്മാരുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. അവന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേകത ഒന്ന്, മത്തായി 28:20 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇന്ന് ഇരുന്ന് നാളെ മാഞ്ഞു പോകുന്ന സാന്നിധ്യമല്ല. യേശുവിന്റെ സാന്നിധ്യം ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ട്. ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പോത്തങ്കോട് CSA പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. 5 പേർ കൂടുന്ന കൺവെൻഷനിൽ പള്ളി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി. ദൈവത്തിന് മഹത്വം. ആദ്യമായിട്ടാണ് പോത്തങ്കോട് പോകുന്നത്. ഒരു നല്ല ടൗണാണ്. ഞാൻ വിചാരിച്ച് കൊച്ചു ഗ്രാമമായിരിക്കും. പള്ളിയെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി. അവസാനം പള്ളിയുടെ അടുത്ത് എത്തി. പള്ളിയെ കാണാനില്ല. അടുത്തൊരു ചെറുപ്പക്കാരൻ പോയി അനുജനെ വിളിച്ച, അനുജ പള്ളിയുടെ അടുക്കൽ കൊണ്ടുവിടണം. ഓ ഏറ്റ് മുൻ സീറ്റിൽ കയറിയിരുന്ന് അല്പം പോയപ്പോൾ ഡ്രൈവറോട് പറഞ്ഞ് നിർത്ത്, പള്ളി വന്ന്. ഏത് പള്ളി? അവൻ പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, മുസ്ലിം പള്ളിക്കാണ് ഞാൻ പോയത്. പള്ളി വന്ന് അവൻ പോയി. ഇടയ്ക്ക് വന്നവൻ ഇടയ്ക്ക് പോയി. കർത്താവ് പറഞ്ഞ്, ഞാൻ അവസാനം വരെ നിന്നോട് കൂടെ ഉണ്ട്. Until the last day I will be with you. This is the special nature of very presence of Jesus Christ seated on the right hand side of Heavenly Father. അതാണ് പ്രത്യേക സാന്നിധ്യം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേകത. എല്ലാ നാളും നിനക്ക് രാഗകാലമില്ല, കരിനാളില്ല, ദുഷ്ടനാളില്ല. എല്ലാ നാളും ദൈവം നിനക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന നാൾ തന്നെ. എല്ലാ നാളും ലോകത്തിന്റെ അവസാനത്തോളം എന്റെ സാന്നിധ്യം കൂടെ ഉണ്ട്. മത്തായി 18:20 2-3 പേർ എവിടെ ഉണ്ടോ ഞാൻ അവിടെ ഉണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്തിട്ട് ഉണ്ടെങ്കിലും ഒരുത്തൻ മതി
ചങ്ക് പൊട്ടി വിളിച്ചാൽ എന്റെ ദൈവം അവിടെ ഇറങ്ങും. മോശെ വിളിച്ച് സംഖ്യ 11 അധ്യായത്തിൽ ഞാൻ ഒരുത്തൻ മാത്രം, ദൈവം ഇറങ്ങി. 1 രാജാക്കന്മാർ 18:36 കാൽവരി പർവ്വതത്തിൽ കയറിപ്പോ എലിജ വിളിച്ച് ദൈവമേ ഞാൻ ഒരുത്തൻ മാത്രം, ദൈവം ഇറങ്ങി അവിടെ. 2 രാജാക്കന്മാർ 2-ാം വചനത്തിൽ ജോർദാന്റെ കരയിൽ നിന്ന് എലിജ സ്വർഗത്തിൽ എടുക്കപ്പെട്ടപ്പോൾ തന്റെ ശിഷ്യൻ എലീശ വിളിച്ച് ഞാൻ ഒരുത്തൻ മാത്രം, ദൈവം ഇറങ്ങി ജോർദാനെ വീണ്ടും വിഭജിച്ചു. ഒരുത്തനുണ്ടെങ്കിലും മതി, എന്റെ ദൈവം അവിടെ ഇറങ്ങും. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ സ്പെഷ്യൽ നേച്ചർ. 3 ഐസയ 43:2 പരിശോധനകളിൽ ആശ്വാസം നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. വിശ്വാസത്തിൽ വന്നാൽ കഷ്ടതയില്ല എന്ന് ആര് പറഞ്ഞ്? പലർക്ക് ഇങ്ങനെ ചുള പോലെ കിട്ടണം. സ്തോത്രം. ഒരു അല്പം ശോധന വരട്ട് ഓടിക്കളയും. മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ, യു ആർ ചീറ്റിംഗ് യുവർ സെൽഫ്. നാശത്തിലേക്കുള്ള മാർഗം നീ അന്വേഷിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്ത് വന്നാലും ഏത് അവസ്ഥ വന്നാലും വിളിച്ചവൻ വിശ്വസ്തൻ. ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. പരിശോധനകളിൽ ആശ്വാസം. 23 ആണ്ട് പ്രാർത്ഥിച്ച് എനിക്ക് കർത്താവ് ഒരു പെൺകുട്ടിയെ തന്ന് 3 നാൾ ജീവനോട് തന്ന ദൈവം ആ കുട്ടി എന്നുമായി നിദ്ര പ്രാപിച്ച് കുഴിയിൽ കൊണ്ട് ആ കുട്ടിയുടെ ശരീരം ഇടുമ്പോഴും ഒരു ആശ്വാസം ദൈവം എനിക്ക് തന്നു. പരിശോധനകളിൽ ആശ്വാസം. ശോധനകൾ വരുമ്പോൾ അത് വിഞ്ചുന്ന ആശ്വാസം ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് പകരും. ആവർത്തന പുസ്തകം 20:1 ജീവിത സമരങ്ങളിൽ ധൈര്യം തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് ഉണ്ട്. വലിയ പ്രതികൂലം, വലിയ രോഗം, വലിയ ശോധന, വലിയ കഷ്ടത, വലിയ കടൻഭാരം നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ഒന്ന് ഓർക്കണം, ദൈവ പൈതലേ, വലിയ മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ ദേവാദി ദൈവം മനുഷ്യനായി ഇറങ്ങി ക്രൂശിൽ മരിച്ച് എന്നെ വീണ്ടെടുത്ത് എങ്കിൽ ഈ ജീവിത സമരങ്ങളിൽ നിന്നും എനിക്ക് മോചനം ദൈവം തരും. ജീവിത സമരങ്ങളിൽ ധൈര്യം നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഉൽപ്പത്തി പുസ്തകം 28:15 അപ്പനാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ അമ്മ പോലും പുറംതള്ളി അണ്ണൻ ഭീഷണി ഉയർത്തി ഒരു വടിയുമായി അന്യദേശം നോക്കി നടന്നവൻ മണൽത്തറയിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ ദൈവശബ്ദം യാക്കോബ് കേട്ട് ഉൽപ്പത്തി 28:15 ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പരദേശ പ്രയാണങ്ങളിൽ വിട്ടുപോകാത്ത ദൈവത്തിന്റെ സാന്നിധ്യം. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പുറപ്പാട് പുസ്തകം 33:14 ജോഷുവ ദൈവത്തോട് നിലവിളിക്കുന്നു, ഞാൻ പുറപ്പെടുന്നു. I took over the charge from my predecessor, Prophet Moses. I start my journey. ഞാനിതാ മോശയുടെ സ്ഥലത്ത് ഞാൻ നിൽക്കുന്നു, ഒന്നുമില്ലാത്തവൻ. അങ്ങ് എന്നോട് കൂടെ വരണമേ, അങ്ങ് പോരാട പക്ഷം ഈ അടിയവൻ അയക്കരുത്. കർത്താവ് മറുപടി നൽകുന്നു, ഞാൻ നിന്നോട് കൂടെ പോരും. എന്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും. തമിഴ്നാട്ടിൽ ഒരു മൂലയ്ക്കുള്ള സ്ഥലത്ത് ഞാൻ കൺവെൻഷന് പോയി. കൺവെൻഷന് കൊണ്ടുപോയ പാസ്റ്റർ തന്റെ വീട്ടിന്റെ ഒരു മുറിയിൽ എന്നെ താമസിപ്പിച്ച് പാസ്റ്ററുടെ ഭാര്യ പാസ്റ്റർ അമ്മ വന്ന് പരിചയപ്പെട്ട്, നാം പാസ്റ്റർക്ക് സെക്കൻഡ് വൈഫ്.
എങ്ങൾക്കും പിള്ളകളില്ല. അങ്ങനെ എന്നാ മനസ്സിലായോ? അതിലെ ഭയങ്കര മർമ്മമുണ്ട്. ഇത്തിരി വസ്തുത അതിൻ്റെ അകത്തുണ്ട്. നാം പാസ്റ്റർക്ക് സെക്കൻഡ് വൈഫ്. എങ്ങൾക്കും പിള്ളകളില്ല എന്ന് പറഞ്ഞാൽ വേറെയും ഭാര്യ കൊണ്ട് അവർക്കും പിള്ളകളില്ല, എനിക്കും പിള്ളകളില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കുണ്ട് പയ്യൻ വന്ന് പരിചയപ്പെട്ട്, നാം പാസ്റ്റർക്ക് മോൻ. അപ്പൊ ഒന്നിൽ തീർന്നില്ല, രണ്ടിലും തീർന്നില്ല, മൂന്നിലും തീർന്നിട്ടില്ല. ഞാൻ പല സ്ഥലങ്ങളിൽ പറയാറുണ്ട്, ഇടി വീണതുപോലിരുന്ന്. ഇതുപോലിരുന്നല്ല, ഇടി തന്നെ എൻ്റെ തലയിൽ വീണു. ഞാൻ പാസ്റ്ററുടെ മുഖം നോക്കിയപ്പോൾ അയാളുടെ മുഖത്ത് ഒരു സ്വസ്ഥതയുമില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്വസ്ഥത തരുന്നതാണ്. ഹല്ലേലൂയ. ഇവിടെ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ക്രിസ്തു അതേ സമയം ഭൂമിയിൽ തന്റെ ശിഷ്യന്മാർ ദൈവവേല ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്ത്, ഇവിടെ എത്ര അത്ഭുതങ്ങൾ! ഇതുപോലുള്ള അത്ഭുതങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നീതു എന്നുള്ള ഹൈന്ദവ യുവതി കുളത്തുപുഴയിൽ വന്ന് സാക്ഷി പറയുന്നു. മക്കളില്ല ആണ്ടുകളായി. ഇവിടുത്തെ കൂട്ടായ്മയിൽ ക്രമമായി പങ്കെടുക്കും. ഒരു കൂട്ടായ്മയിൽ എഴുന്നേൽപ്പിച്ചു വിട്ട് ഇവർക്ക് മക്കൾക്ക് വേണ്ടി ഞാൻ നിലവിളിച്ചപ്പോൾ കർത്താവ് ഇവിടെ ഗർഭത്തെ തൊട്ട് കുഞ്ഞിനെ സ്ഥാപിച്ച്, മക്കളില്ലാത്തത് കരുവിൽ ഗർഭപ്പയിൽ 2 മുളകൾ വളരുന്നു. കരു ഉറുവാൻ പാടില്ല എന്ന് ഡോക്ടർമാർ ആലോചന പറഞ്ഞ് ദൈവം അവിടെ കുഞ്ഞിനെ സ്ഥാപിച്ചു. കുഞ്ഞും വളരുന്നു, 2 മുളകളും വളരുന്നു. അപകടം. എൻ്റെ ഒരു TV പ്രോഗ്രാം കുളത്തുപുഴയിൽ ഇരുന്ന് കേട്ട്, എന്നോ റെക്കോർഡ് ചെയ്ത്, എന്നോ എഡിറ്റ് ചെയ്ത്, എന്നോ ബ്രോഡ്കാസ്റ്റിന് കൊടുത്തത്. ആ സമയത്തിൽ ആ വചനത്തിൽ കൂടി സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ തീ ഇറങ്ങി ആ മകളുടെ ഗർഭത്തിൽ വളർന്ന മുളയെ അപ്രത്യക്ഷമാക്കി. അടുത്ത നാൾ സ്കാനിംഗ് ചെയ്തപ്പോൾ ഡോക്ടർമാർ അത്ഭുതപ്പെടുന്നു. മുളകൾ എവിടെ പോയി? കുഞ്ഞു മാത്രം അവിടെ ഉണ്ട്. ഒരു ആൺകുട്ടിയെ ദൈവം നൽകി. ആ കുട്ടിയുമായിട്ടാണ് ഇവിടെ സാക്ഷി പറഞ്ഞത്. എന്തിന്? അത്ഭുതം എന്തിന്? യേശു മാത്രം ദൈവം. അതിനു വേണ്ടിയാണ്. ആമേൻ. പനിനീർ പുഷ്പം സാരോ നീലവൻ താമരയും താഴ്വരയിൽ. പനിനീർ പുഷ്പം സാരോ നീലവൻ താമരയും താഴ്വരയിൽ. വിശുദ്ധരിൽ ആണ്ടി വിശുദ്ധനവേ. വിശുദ്ധരിൽ ആണ്ടി വിശുദ്ധനവേ. മാ സൗന്ദര്യ സമ്പൂർണനേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം. യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ പാടിടുമേ. അവസാനം സഖരിയ 6:13. സഖരിയ 6:13. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും, അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. ആമേൻ. അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായും ഇരിക്കും. വൺ ഗോഡ് ടു റോൾ. ഒരു ദൈവം, 2 സ്വഭാവം. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. സ്ട്രോങ് പവർഫുൾ റൂളിംഗ് കിങ്. വാഴുന്ന ദൈവം. അധികാരത്തോട്, ശക്തിയോട്, ബലത്തോട്
സർവശക്തനായ ദൈവമായി ഇരുന്ന് ഭരിക്കുന്ന വാഴുന്ന ദൈവം ഒരു ഭാഗത്തിൽ, ഇത് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിൽ ഇരിക്കുന്ന ക്രിസ്തുവിന്റെ ഒരു നേച്ചറാണ്. റൂളിംഗ് കിങ്. റൂളിംഗ് കിങ്. യേശു എന്നുള്ള നാമം കേൾക്കുമ്പോൾ നീ ഭയപ്പെടണം. അവൻ രാജാവാണ്. രാജാക്കന്മാർക്കെല്ലാം രാജ. ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ നിന്ന് വാഴുന്നവൻ, അതേ അവൻ. അടുത്ത അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായും ഇരിക്കും. വൺ സൈഡ് സ്ട്രോങ് പവർഫുൾ അതോറിറ്റീവ് റൂളിംഗ് കിങ്, മറുഭാഗത്തിൽ കമ്പേഴ്സണേറ്റ് ഇന്റർസീഡിംഗ് പ്രീസ്റ്റ്. ശക്തനായ ബലവാനായ കൽപ്പിക്കുന്ന സർവശക്തനായ വാഴുന്ന ദൈവം, മറുഭാഗത്തിൽ മനസ്സലിവോട് നിനക്ക് വേണ്ടി മധ്യസ്ഥല പക്ഷപാതം ചെയ്യുന്ന പുരോഹിതനായ യേശു കർത്താവ്. ഹല്ലേലൂയ. എൽ ശദായ്. ഉൽപ്പത്തി പുസ്തകം 17:1 ഇവന്റെ തിരുനാമം എൽ ശദായ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തിൽ അമ്മയെപ്പോലെ. ഞാൻ കരഞ്ഞാൽ അവനും കരയും, ഞാൻ നിലവിളിച്ചാൽ അവനും നിലവിളിക്കും. എന്റെ ഹൃദയം തകർന്നാൽ അവന്റെ ഹൃദയം തകർന്നു പോകും. ലോത്തിനോട് ദൈവം സ്ട്രോങ് ആയി കൽപ്പിച്ച്, നിന്റെ 2 പെൺകുട്ടികളെയും നിന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് വേഗം സ്ഥലം വിട്ടുക, ഈ നാശത്തിന്റെ പങ്കാളിയാ നീ ആകരുത്. ഫ്ലീ ഫ്രം ഫാർ സൽവേഷൻ. അവൻ പതുങ്ങി, അവൻ താമസിച്ചു. ലോത്ത് ആൻഡ് ഹിസ് ഫാമിലി ടെറീഡ്. താമസിച്ചപ്പോൾ പ്രിയമുള്ളവരെ, ഒരു അമ്മയെപ്പോലെ എന്റെ മകൻ അഭിഷേക് ചില ശുങ്കൃതി കാണിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പക്ഷെ അമ്മയ്ക്ക് ദേഷ്യം വരത്തില്ല. ഒരു അമ്മയെപ്പോലെ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ആദ്യം ഉൽപ്പത്തി 19:16 ലോത്തിന്റെ കൈക്ക് പിടിച്ച്, ലോത്തിന്റെ ഭാര്യയുടെ കൈക്ക് പിടിച്ച്, ലോത്തിന്റെ 2 പെൺകുട്ടികളുടെയും കൈക്ക് പിടിച്ച്, അമ്മയെപ്പോലെ. മൈ ഗാഡ് ഈസ് ലൈക്ക് എ മദർ. നമ്മുടെ അമ്മയാണ് ക്രിസ്തു. അനാഥനായി വന്നിരിക്കുന്നുവോ, അമ്മയില്ലാതെ വന്നിരിക്കുന്നുവോ, അപ്പനില്ലാതെ വന്നിരിക്കുന്നുവോ, മക്കളില്ലാതെ വന്നിരിക്കുന്നുവോ, ഞാൻ ഏകൻ, എന്നെ കരുതുവാൻ ആരുമില്ല, എനിക്ക് പാൽ തരുവാൻ ആരുമില്ല, എനിക്ക് പണം തരുവാൻ ആരുമില്ല, എനിക്ക് ആഹാരം തരുവാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല. ഒരമ്മയാം ക്രിസ്തു നിനക്ക് ഉണ്ട്. എ മമ്മി ഇൻ ഹെവൻ. ഒരമ്മയെപ്പോലെ ലോത്തിന്റെ കൈക്ക് പിടിച്ച്, അമ്മയുടെ കൈക്ക് പിടിച്ച്, ഭാര്യയുടെ കൈക്ക് പിടിച്ച്, 2 പെൺകുട്ടികളുടെ കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്താക്കി. നാശം നിനക്ക് ഭവിക്കരുതേ. എൽ ഷദായ്. എ മദേർലി നേച്ചർ. നാം എന്ത് കാണിച്ചാലും നമുക്ക് വേണ്ടി പരിതപിക്കുന്ന ഒരു അമ്മ, തന്റെ മാറിൽ വെച്ച് ചുംബിക്കുന്ന അമ്മയെപ്പോലെ പിതാവാം ദൈവത്തിലിരിക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന ഒരു പുരോഹിതനായ ക്രിസ്തു, മറുഭാഗത്തിൽ ഒരു സ്ട്രോങ് ഗോഡ്, അതോറിറ്റീവ് ഗോഡ്, പവർഫുൾ ഗോഡ്, എൽ ഷദായ്, ആൾ പവർഫുൾ, എല്ലാം കഴിയുന്ന സർവശക്തനായ, സകലത്തെയും കൽപ്പിച്ച് ആണ്ട് നടത്തുന്ന ഭയങ്കരനായ ദൈവം. പുറപ്പാട് പുസ്തകം 24:17 യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. അതേ ദൈവം അമ്മയെപ്പോലെ ഇരുന്നവൻ, അവന്റെ വിഷൻ, കാഴ്ച കത്തുന്ന തീ. തൊട്ട് കളിക്കരുത്. ഒരു ഭാഗത്തിൽ സംരക്ഷിക്കുന്ന, മറുഭാഗത്തിൽ കീറിക്കളയുന്ന ദൈവം. ഇവനെ വിട്ട് ഓടിക്കളയരുത്. ഒരിടത്തും പോകാൻ പറ്റത്തില്ല. അതാണ് സക്കറിയ എഴുതുന്ന, യേശുവിൻ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിൽ ഇരിക്കുന്നവൻ ഭയങ്കരൻ, മറുഭാഗത്തിൽ നമുക്ക് വേണ്ടി പരിതപിക്കുന്ന ദൈവം, പക്ഷപാതം ചെയ്യുന്ന ദൈവം. പക്ഷപാതം, ഞാൻ ഇവന് വേണ്ടി മരിച്ചു. മധ്യസ്ഥത ഒന്ന്, പക്ഷപാതം വേറൊന്ന്. മധ്യസ്ഥത 2 കൂട്ടാരെയും വലിച്ചിരുത്തി
തട്ടിക്കളിക്കുന്നത്. പക്ഷപാതം അങ്ങനെയല്ല. He will cover you and me. അവൻ അങ്ങനെ പൊതിയും. ഇവന് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. അതാണ് പക്ഷപാതം. ഇവന് വേണ്ടിയാണ്. ഈ കണക്ക് എന്റെ മേലിട്ടുകൊള്ളുക, എന്റെ മേലിട്ടുകൊള്ളുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഫിലമോന് പൗലോസ് ലേഖനം എഴുതുന്ന 18-ാം വചനത്തിൽ ഒനോസിമോസിനോട് ഞാൻ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അവൻ നിന്റെ മുമ്പിൽ തെറ്റ് പണ്ട് കാണിച്ചവനാണ്, അത് മനസ്സിൽ വയ്ക്കരുത്. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ, കടം പെട്ടിട്ടുണ്ടെങ്കിൽ ഫിലമോനെ അത് അവന്റെ കണക്കിൽ വയ്ക്കരുത്, എന്റെ കണക്കിലിട്ടുകൊള്ളുക. അതാണ് പക്ഷപാതം. സുന്ദർ സിംഗ് എന്തെങ്കിലും അന്യായം ദുഷ്ടതയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിതാവേ അവന്റെ മേൽ വയ്ക്കരുത്, അത് എന്റെ കണക്കിൽ വച്ച് അവനെ രക്ഷിക്കണമേ. ഇതാണ് ക്രിസ്ത്യന് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിൽ ഇരുന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. എഴുന്നേൽക്കാം, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. യേശുവിന് ജീവിതം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലാത്തവർ ഇത് അവസാന സന്ദർഭമായിരിക്കും ദൈവം തരുന്നത്. ജീവിതം കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ജീവിതം യേശുവിന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. നൂലോ മാലയോ തകടോ മാന്ത്രിക കുഴലോ എന്തെങ്കിലും കെട്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അറുത്ത് കളക, അറുത്ത് കളക. ഈ സമ്പ്രദായം ഒന്നും ദൈവസന്നിധിയിൽ ഫലിക്കുകയേയില്ല. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ. ജീവിതം യേശുവിന് ഏൽപ്പിച്ചു കൊടുക്ക, ജീവിതം യേശുവിന് ഏൽപ്പിച്ചു കൊടുക്ക. കൃപ, 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 കൃപ. ആരും പ്രത്യേകിച്ചും എന്റെ ഇടതുഭാഗത്തിൽ നിൽക്കുന്നവർ അത് നടന്ന് ഉല്ലസിക്കേണ്ട സ്ഥലമല്ല. കൂട്ടത്തോട് ചേർന്ന് വരിക. കം ഫോർവേഡ്, കം ഫോർവേഡ്. ഒരാൾ പോലും അങ്ങ് മാറി മാറി നിൽക്കരുത്. ഈ കൂട്ടത്തോട് ചേർന്ന് വരിക. വേഗം 5 മിനിറ്റ്, 5 മിനിറ്റ് ആണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. കൃപ, 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 കൃപ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. വാ തുറക്കുക. ഞാൻ പറയുന്നത് ഏറ്റു പറയുക. 2 കൈകളും ഉയർത്തി. അതിനു മുമ്പ് നിന്റെ ശരീരത്തിൽ നൂലോ ചരടോ തകടോ അത് പള്ളിയിൽ കെട്ടിവിട്ടതായാലും പൊട്ടിച്ചു കളയുക, പൊട്ടിച്ചു കളയുക, പൊട്ടിച്ചു കളയുക. പൊട്ടിച്ചു കളഞ്ഞിട്ട് 2 കരം ഉയർത്തി യേശുവേ. വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക. യേശുവേ എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ജീവിതത്തിൽ വരണമേ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. സിനി നിന്റെ ഉള്ളിൽ യേശു കടന്നു വന്നിരിക്കുന്നു. ഭാർഗവൻ നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് കടന്നു വന്നിരിക്കുന്നു. ദേവദാസ് നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് കടന്നു വന്നിരിക്കുന്നു. ബാലൻ നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് കടന്നു വന്നിരിക്കുന്നു. തെരേഷ്യ നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്. നിങ്ങളുടെ തലമുറയെ കുറിച്ച് വിലാപത്തോട് പഠിക്കുന്നില്ല, പറഞ്ഞത് അനുസരിക്കുന്നില്ല, പഠിക്കുന്നില്ല, പറഞ്ഞത് അനുസരിക്കുന്നില്ല. അവന്റെ ഭാവിയെക്കുറിച്ച്, അവളുടെ ഭാവിയെക്കുറിച്ച് നിലവിളിക്കുന്ന ദൈവ പൈതലെ, സ്വർഗത്തിലെ തിരുകൃപ നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. ആ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും യേശു ഇപ്പോൾ തൊടുന്നു, തൊടുന്നു, തൊടുന്നു. പഠിത്തത്തിൽ ഉയർച്ച, ജീവിതത്തിൽ ഉയർച്ച, സ്വഭാവത്തിൽ ഉയർച്ച. കർത്താവ് കൽപ്പിക്കുന്നു, കർത്താവ് കൽപ്പിക്കുന്നു. സ്വർഗം നിങ്ങളുടെ മക്കൾക്കായി ഇപ്പോൾ തുറക്കുന്നു. സ്വർഗം നിങ്ങളുടെ മക്കൾക്കായി ഇപ്പോൾ തുറക്കപ്പെടുന്നു. സ്വർഗം നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവം ഇപ്പോൾ തുറക്കുന്നു. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി, ആത്മാവിൽ നിറഞ്ഞ്. യേശു നിങ്ങളിൽ, യേശു നിങ്ങളിൽ, യേശു നിങ്ങളിൽ, യേശു നിങ്ങളിൽ, യേശു നിങ്ങളിൽ, യേശു നിങ്ങളിൽ. തീ 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 തീ. അപ്പാ യേശുവേ, ആളാമ്പ്രതി ഇൻഡിവിജ്വലി, ഫാമിലി വൈസ്, കുടുംബം കുടുംബമായി
ഇവരുടെ കരത്തിൽ തരുന്നു ഇവർക്ക് വേണ്ടിയ അനുഗ്രഹം ഇപ്പോൾ ചൊരിയണനാഥ, ഇപ്പോൾ ചൊരിയണനാഥ, ഇപ്പോൾ ചൊരിയണനാഥ. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. പാപം ചെയ്യുന്നവൻ പാപം ഇന്ന് വിടണം. കള്ളു കുടിക്കുന്നവൻ കള്ളു വിടണം. ബൈബിൾ കയ്യിൽ എടുക്കാത്തവൻ ഇന്ന് ബൈബിൾ വാങ്ങി കയ്യിൽ എടുക്കണം. വചനം ക്രമമായി വായിക്കാത്തവൻ വചനം വായിച്ചത് അനുസരിക്കണം. ജീവിതം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. കൃപ, കൃപ, ഹീലിംഗ് പവർ, സഭയ്ക്ക് നൽകുന്ന ദിവ്യ ശക്തി ഇറങ്ങുന്നു. ആദ്യം ഓപ്പറേഷന് വിധി എഴുതപ്പെട്ട് 2 വ്യക്തികള് കർത്താവ് തൊട്ട് ഇപ്പോൾ സഭയ്ക്കും കൽപ്പിച്ചിരിക്കുന്നു. മുളയും കട്ടികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറുന്നു. തൊട്ടു നോക്കുക. തൈറോയിഡ് ഇല്ല, പഴുത്ത ക്യാൻസർ അവിടെ ഇല്ല, പിടിച്ച വിരണമോ അവിടെ ഇല്ല, സ്കിൻ അലർജിയും അവിടെ ഇല്ലവേ ഇല്ല. കർത്താവ് തൊട്ടിരിക്കുന്നേ. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. കരളിൽ ക്യാൻസർ പിടിച്ച് മരണത്തിന് വിധിക്കപ്പെട്ട ഒരു സഹോദരിയെ യേശു തുടർന്ന് സഭയ്ക്ക് നൽകുന്നു. ഹല്ലേലൂയ. പഠിക്കാൻ പണമില്ലാതെ പൗതി വഴി തടസ്സപ്പെട്ട 3 സഹോദരിമാർ നിലവിളിക്കുന്ന കർത്താവ് അത്ഭുത മാർഗം ഇതാ തുറക്കുന്നേ. വീടിന്റെ കൺസ്ട്രക്ഷൻ പകുതി വഴിയിൽ നിൽക്കുന്ന 2 വ്യക്തികൾ മേൽ ദൈവം മനസ്സലിക്കുന്ന, ദൈവം അത്ഭുതം ചെയ്യുന്നു. വിദേശത്തിൽ പോകുവാൻ തടസ്സമായിട്ടിരിക്കുന്ന സൈത്താന്റെ കരം മുറിയുന്നു. അനേകരെ കർത്താവ് വിദേശത്തിൽ കൊണ്ടുപോകുന്നു. ടി 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 ടി. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുക. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും. യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നാമകാമഹാസമേ. ഇനി ശോകമില്ല, ജയം നാമകാമഹാസമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയിൽ തികച്ചുനാം ഒരുങ്ങിടുക. തന്റെ വേലയിൽ തികച്ചുനാം ഒരുങ്ങിടുക. കാലമേറെ കൈകളെ ഉയർത്തി, ചന്തമായി ഉയർത്തി, ഉയരത്തിലേക്ക് ചന്തമായി ഉയർത്തി കൈകളെ തട്ടി ആരാധിപ്പീ. ശാപങ്ങൾ തകർന്നിടോ യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടോ യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നാമകാമഹാസമേ. ഇനി ശോകമില്ല, ജയം നാമകാമഹാസമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയിൽ തികച്ചുനാം ഒരുങ്ങിടുക. തന്റെ വേലയിൽ തികച്ചുനാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാകളം കെട്ടിടാം. കാലമേറെയില്ലല്ലോ കാകളം കെട്ടിടാം. കണ്ടൻ ബാരാ പവർ, 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 power, 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 power. അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു. അഭിഷേകം പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ. ജീവന്റെ ഉറവിടം, ജീവൻ, ജീവൻ,
ജീവൻ 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 സ്വർഗ്ഗത്തിലെ ജീവൻ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോടടുത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാഹളം കേട്ടിടാം. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കണ്ടൻ വാരാറാം നാമം പോകാറാം. കണ്ടൻ വാരാറാം നാമം പോകാറാം. കണ്ടൻ വാരാറാം അഗ്നി 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 അഭിഷേക നിറച്ചതിനായി നന്ദി. മാനവും മഹത്വവും ദൈവം എടുത്തുകൊള്ളു. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.